മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമാണ് ബറോസ്. ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടുന്നത്. ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിലെത്തിയ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നിരുന്നു. പ്രിവ്യൂ ഷോയിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിജയ് സേതുപതി, മണിരത്നം, നടി രോഹിണി, പ്രണവ് മോഹൻലാൽ, വിസ്മയ മോഹൻലാൽ എന്നിവരെല്ലാം പ്രിവ്യൂ കാണാനെത്തിയിരുന്നു. ഒരു മഹാനടന്റെ സംവിധാനം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനാണ് വന്നതെന്നും നിരാശയായില്ലെന്നും ഒരു പ്രേക്ഷകൻ പറയുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെങ്കിലും മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രമാണ്. 3D അതിഗംഭീരമായി, ക്യാമറ, പാട്ടും സന്ദേശവുമെല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരു ഹോളിവുഡ് ചിത്രം കണ്ട പോലെയുള്ള പ്രതീതിയാണെന്ന് പ്രേക്ഷക കമന്റുകൾ. 3D എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും ഗംഭീര സിനിമയെന്നും വിജയ് സേതുപതി അഭിപ്രായപ്പെട്ടു. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയ ചിത്രമാണെന്നും സേതുപതി പറയുന്നു. ബറോസ് തിയേറ്ററിലെത്തിയതിന് പിന്നാലെ മോഹൻലാലിനെ പറ്റി ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ ഹരീഷ് പേരാടി. അതെ, അയാളൊരു ക്ലാസിക് നടൻ മാത്രമല്ല, ഒരു ക്ലാസിക് സംവിധായകൻ കൂടിയാണ്. നിധി കാക്കുന്ന ഭൂതം ലോക സിനിമയ്ക്ക് സമ്മാനിക്കുന്നത് മലയാളത്തിന്റെ നബി, ഹരീഷ് പേരാടി ഫേസ്ബുക്കിൽ കുറിച്ചു. 4.5 പതിറ്റാണ്ടായി ചലച്ചിത്രകലയുടെ മുക്കുമൂലയും അരിച്ചുപെറുക്കിയ മനുഷ്യനാണ് ലാലേട്ടൻ. ഏത് ഇരുട്ടിലും സിനിമയുടെ നെല്ലും പതിരും തിരിച്ചറിയുന്ന, സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും വരെ പോരാടുന്ന അസൽ തൊഴിലാളി. പ്രിയപ്പെട്ട ലാലേട്ട, നിങ്ങൾ സംവിധായകനാകുന്നത് വ്യക്തിപരമായ ഒരു നേട്ടത്തിനുമല്ലെന്നും മറിച്ച് മലയാള സിനിമയെന്ന പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിയോടെ നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണെന്നുമുള്ള പൂർണ്ണ ബോധ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് കണ്ടപ്പോൾ തന്റെ കണ്ണുകൾ നിറഞ്ഞുപോയെന്ന് സംവിധായകൻ മേജർ രവിയും പ്രതികരിച്ചു. തിയേറ്റർ സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്നെഴുതി കാണിച്ചപ്പോൾ വികാരാധീനനായി പോയെന്ന് മേജർ രവി വ്യക്തമാക്കി. കഴിഞ്ഞ 47 വർഷമായി ലാലേട്ടൻ എന്ന നടനെ കാണുന്നുണ്ട്. എന്നെപ്പോലൊരു സംവിധായകൻ ഇപ്പോൾ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും വലിയ കഴിവുണ്ടായിട്ടും നമ്മുടെ ജോലിയിൽ ഒരു വട്ടം പോലും ലാലേട്ടൻ ഇടപെട്ടിട്ടില്ല. ഇത്രയും കഴിവുള്ള വ്യക്തി എനിക്ക് ആ സ്വാതന്ത്ര്യം തന്നിരുന്നുവെന്ന് ഓർക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്നു. ലാലേട്ടൻ്റെ ഈ സംരംഭത്തിൽ ഒരുപാട് സന്തോഷം. മമ്മൂക്കയും ലാലേട്ടനും നമ്മുടെ ഷോട്ടുകളിൽ സ്വാഭാവികമായി ഇടപെടാറേയില്ല, മേജർ രവി പറഞ്ഞു. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് ഡിസംബർ 25-നാണ് റിലീസ് ചെയ്തത്. ഒറിജിനൽ 3Dയിൽ ഒരുക്കപ്പെട്ട ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാൽ തന്നെയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് ബറോസ് ഒരുക്കിയിരിക്കുന്നത്.